ഇപ്പോൾ യു ഡി എഫിൻ്റെ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, പി സി വിശ്വനാഥ് തുടങ്ങിയവരെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. എനിക്ക് തോന്നുന്നു അത് ഒലവക്കോട് നിന്ന് ആ യാത്ര അങ്ങനെ തുടങ്ങിയതാണെന്ന് തോന്നുന്നു. ഷാഫിയും ഒരു പക്ഷേ രാഹുലുമൊക്കെ പ്രതികരിച്ചേക്കുമെന്ന് തോന്നുന്നു. പ്രതികരണങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന സമയമാകുന്നുണ്ട്. അതിന്റെ പിന്നെ കുട്ടിക്കലാശം എന്ന് അതിന്റെ പരിപൂർണത ഇല്ല, നമുക്ക് പ്രതികരണങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. വലിയ തിരക്കാണ്, വലിയ ശബ്ദ കോലാഹലമാണ്. അതിനിടയിൽ ഇവരെന്താണ് മാധ്യമങ്ങളോട് പറയുന്നത് എന്ന് പോലും വ്യക്തമല്ല. BJP-യുടെ കുറേ പ്രവർത്തകർ ഇതിനോടകം തന്നെ ആ ബാരിക്കേഡിനകത്ത് കടന്നിട്ടുണ്ട്. അവിടെ ചെണ്ടമേളവും നൃത്തച്ചുവടുകളുമൊക്കെയായി അവർ അവിടെ പൊടി പൊടിക്കുകയാണ്. സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരും അതുപോലെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ അല്പസമയത്തിനകം അവിടേക്ക് എത്തും. BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. റോഡ് ഷോ അവിടെ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നേരത്തെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടപ്പോൾ റഹീം ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ, LDF നേതാക്കൾ റോഡ് ഷോയുടെ ഭാഗമാകാൻ പോകുന്നു. മന്ത്രി എം പി രാജേഷുണ്ട്, CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ, എല്ലാ മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ, ജനപ്രതിനിധികൾ, മന്ത്രിമാർ എന്ന് വേണ്ട മുഴുവൻ നേതാക്കളെയും അണിനിരത്തി പാലക്കാട് നടക്കുന്നത് ഒരു വലിയ റോഡ് ഷോ തന്നെയാണ്. മൂന്ന് മുന്നണികളും ആരും പിന്നിലല്ല, എല്ലാവരും മുന്നിൽ തന്നെ എന്നതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തിലേറെ നീണ്ട പ്രചാരണത്തിൻ്റെ ഒടുവിൽ അത് നേരത്തെ പറഞ്ഞത് വീണ്ടും UDF സ്ഥാനാർത്ഥിയും UDF നേതാക്കളും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പ്രതികരണത്തിലേക്ക് പോകാം എന്ന് കരുതുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരുടെ ആവേശ ദിവസമാണ് കുട്ടിക്കലാശം. പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് കടന്നു പോവുകയാണ്. എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, എന്തോ പറയുന്നുണ്ട്. ഈ തിരക്കിൽ, ഈ ശബ്ദ കോലാഹലത്തിനിടെ നമുക്കത് വ്യക്തമാകുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ഇതിനോടകം ഈ സ്ഥാനാർത്ഥികളൊക്കെ ഇപ്പോൾ ഡോക്ടർ P സരിനും കൃഷ്ണകുമാറും രാഹുലുമൊക്കെ പലതവണ മാധ്യമങ്ങളുമായി ഇതിനോടകം തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തെ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ 30-35 ദിവസം നീണ്ട പ്രചാരണത്തിനിടെ മുഴുവൻ വോട്ടർമാരെയും നേരിൽ കാണാൻ, ഒരു തവണയെങ്കിലും നേരിൽ കാണാൻ ഇവർക്ക് സമയം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഈ ദിവസങ്ങളിൽ ചെയ്തത്. അതിലേറെക്കുറെ അവർ വിജയിക്കുകയും ചെയ്തു. അതുതന്നെയാണ് ഈ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ കഴിയുമെന്ന് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം. എന്തായാലും ഒരു 80% വോട്ട് പോൾ ചെയ്യേണ്ടതാണ് ഇപ്പോഴത്തെ നിലയിൽ. പാലക്കാട്ടെ ഈ പ്രചാരണത്തിൻ്റെ ചൂടും ആവേശവും ഒക്കെ കാണുമ്പോൾ തോന്നേണ്ടത് അത്രയും വോട്ട് പോൾ ചെയ്താൽ അതൊരു വലിയ നേട്ടമാവുകയും ചെയ്യും.